ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത റവയോ വറുത്ത റവയായാലും ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ റവ ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ റവ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓരോ മാവ് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ റോളർ വെച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഒരല്പം എണ്ണ കയ്യിൽ തേച്ചതിന് ശേഷം പരത്തിയെടുത്താൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമുണ്ടായില്ല. ഇപ്പോൾ ഒരെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ ചൂടാകാനായി വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും പരത്തി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശയൊക്കെ ചുടുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയെ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ 3 എണ്ണവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും ഒരു ജാറിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവ കൊണ്ടുള്ള അപ്പം ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പഞ്ചസാര ഇട്ട് വെച്ചിരുന്ന അതേ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തയ്യാറാക്കിയ അതേ ദിവസം തന്നെ കഴിക്കാനാണെങ്കിൽ ചിരകിയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പവുമില്ല. ഇനി പഞ്ചസാരയും റവയും തേങ്ങയും എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും ഈ ചൂടോടുകൂടി തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നെയ്യുടെ ചൂട് കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ നല്ലതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് നുറുക്ക് ഗോതമ്പും കപ്പലിൻ്റെയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൂന്തി ഒന്നും തയ്യാറാക്കാതെ കടലപ്പരിപ്പ് വെച്ചിട്ട് ബേക്കറി സ്റ്റൈലിലുള്ള ഒരു ലഡുവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ലഡു കൂടി ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.